ഇത് ഓക്കെ. ഓക്കെ. കോമ്പൗണ്ട് ഓഫ് നോൺ മെറ്റൽസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് എന്താ ഈ നോൺ മെറ്റൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അമോണിയ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ നമ്മളിപ്പോൾ സൾഫ്യൂരിക് ആസിഡിലാണ് എത്തി നിൽക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറെ യൂസിനെ കുറിച്ച് അതിന്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുകയുണ്ടായി. ഇനി നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതിന്റെ ഡ്രൈയിങ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചാണ്. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്താന്ന് പറഞ്ഞു. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഷുഗർ എടുത്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഷുഗറിലുള്ള വെള്ളം മൊത്തം വലിച്ചെടുത്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുത്തിട്ട് അവിടെ കരി മാത്രം നിലനിർത്തും. ഈ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിനകത്തുള്ള മെയിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാർബൺ ആണ്. അപ്പൊ അത് മാത്രമാണ്. അതാണ് ഒരു പ്രത്യേകത. പിന്നെന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എബിലിറ്റി വാട്ടർ എവിടെ ഉണ്ടോ വലിച്ചെടുക്കുന്ന ആളാണ് സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ ദേഹത്ത് വന്ന് വീണാലും നമ്മുടെ ദേഹത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ട്, സ്കിന്നിലൊക്കെ വാട്ടർ ഒരു കണ്ടന്റ് ഉണ്ട്. വന്ന് വീണ് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വലിച്ചെടുക്കും, അവിടെ കരിയാവും, കറക്കും. ഓക്കെ, അതാണ് ആസിഡ് അറ്റാക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് മുഖത്ത് ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ മൊത്തം വെള്ളവും പോവും. ഈ ആസിഡ് അറ്റാക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉയരെ ഉയരെയാണ്, ഉയരെയല്ലേ മൂവി? ഉയരെ. പിന്നെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നല്ലേ? പിന്നെ ബിഗിലുണ്ട്. അതെ. അപ്പൊ പറയും തമിഴ് സിനിമ എല്ലാം പറയാം അറിയാൻ പറഞ്ഞു കൊടുക്കും. എന്ത് അല്ലെ ചൈനീസ് ഇത് രണ്ട് കാര്യം പറഞ്ഞു. ഇല്ല, പാവം ഹിരണ്മയ്ക്കൊന്നും മനസ്സിലായില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതായത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാ പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാ ഈ ആസിഡ് ഒഴിക്കുക, അത്രേ ഉള്ളൂ ആസിഡ് അറ്റാക്ക് പറയുന്നത്, അത്രേ ഉള്ളൂ. ഇത് വന്നു കഴിയുമ്പോ അതാണോ? ആ ഓക്കെ. ഞാൻ വേറെന്തോ കുന്നെന്ന് വിചാരിച്ചു. കാര്യമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. കുറെ കാര്യങ്ങള് നമ്മുടെ ഈ സാധനം കാർട്ടൂണാണ് ഹിരൺമയ ഡെയിലി കാണുന്നത്. ഞാൻ കാർട്ടൂൺ കാണാറില്ല, ഞാൻ ടി വി കാണാറില്ല. അവിടെ പാടി. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞു വന്നത് സംഭവം ഇത്രയേ ഉള്ളൂ. ആസിഡ് ഒഴിക്കുന്ന സമയത്താണെങ്കിൽ എന്തൊക്കെ സംഭവമാണ്, ഈ ആസിഡ് വന്ന് വീഴുന്ന സ്ഥലം, ഹിരൺമയ മ്യൂട്ട്, ആസിഡ് വീഴുന്ന സ്ഥലത്തുള്ള വെള്ളത്തെ മൊത്തം അബ്സോർബ് ചെയ്തു. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അവിടെ ബാക്കി റെസിഡ്യൂ ആയിട്ട് വരുന്നത്, ബാക്കിയായിട്ട് വരുന്നത് കുറച്ച് കരി മാത്രം. ഓക്കെ, ക്ലിയർ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ക്ലിയർ. ശരി, ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഡ്രോപ്പ് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് കുറച്ച് പഞ്ഞി എടുക്കുക. പഞ്ഞി എടുത്തിട്ട് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. നമുക്ക് പാട്ട് പാടാനുള്ള അവസരം ഉണ്ടാക്കി തരാം. ഇനി അടുത്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് കുറച്ച് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് മെല്ലെ അവന്നെ നാണം കെടുത്താൻ നോക്കിയതാ ദേഷ്യപ്പെട്ടിട്ട്. ശരി ശരി, കുഴപ്പമില്ല. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നമുക്ക് പാട്ടൊക്കെ പാടാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പാട്ട് പാടിപ്പിക്കാം. ഓക്കെ, പാടിക്കോ. അതെ, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് ഹലോ തിരിച്ചു വരും, കുറച്ച് പഞ്ഞി എടുത്ത് അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കോട്ടൺ എന്താവും? കരിഞ്ഞു. മനസ്സിലായോ? കരിഞ്ഞു. ഇനി H2SO4 എടുത്തിട്ട് കുറച്ച് ബീക്കറിൽ എടുത്തിട്ട് ഗ്ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇപ്പോ അതിലേക്ക് കുറച്ച് ബീക്കറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ബ്ലാക്ക് പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. ബാക്കിയൊക്കെ ഒന്നും ഉണ്ടാവില്ല, അത് കരിഞ്ഞുപോയി. ഇനി H2SO4 എടുത്തിട്ട് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിലേക്ക് ഒഴിക്കും. അപ്പൊ കോപ്പർ സൾഫേറ്റിന്റെ കളർ അങ്ങ് പോകും.
കളറിങ്. ഇതാണ് സംഭവം. ഇതൊക്കെയാണ് സംഭവം. ഒന്ന് ഡ്രോപ്പിംഗ് H2SO4, രണ്ട് H2SO4 കോട്ടൺ ഗ്ലൂക്കോസിലേക്ക്, പിന്നെ അതേപോലെ ക്രിസ്റ്റലിലേക്ക്. ഇനി ഡ്രൈയിങ് നേച്ചറിനെ കുറിച്ച് പറയാം. അടുത്ത് ഡ്രൈയിങ് നേച്ചർ. ഡ്രൈയിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറാണ്. എന്താ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കാനുള്ള ശേഷി. ഓക്കെ, അതായത് മൊത്തത്തിൽ വലിച്ചെടുത്ത് ഒന്നും ഇല്ലാണ്ടാക്കാനുള്ള ശേഷിയാണ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, ഇനി ഡ്രൈയിങ് നേച്ചർ. ഡ്രൈയിങ് നേച്ചർ പറഞ്ഞാൽ ഉണക്ക, മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന കഴിവ്. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്തൊരു കഴിവാണ്. അതായത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു ഡ്രൈയിങ് ഏജന്റ് ഇൻ ദ പ്രിപ്പറേഷൻസ് ഓഫ് ക്ലോറിൻ, SO2, HCl. മോയ്സ്ചറിനെയൊക്കെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകും. അതാണ് പ്രത്യേകത. അപ്പൊ ചോദ്യം കണ്ടോ, കട്ടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നല്ല ടഫായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ അമോണിയ ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈയിങ് ഏജന്റായി യൂസ് ചെയ്തത് ആരാണ് എന്ന് നിങ്ങൾക്ക് പറയാവോ? ഏത് കോമ്പൗണ്ട് ആണ്? CaO. ഓക്കെ, CaO അഥവാ ക്വിക്ലൈം എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാതിരുന്നു എന്നാണ് ചോദ്യം. വൈ? എന്താണ് കാര്യം? വാട്ട്സ് എ റീസൺ? എന്താണ് കാരണം? റീസൺ ബേസിക് നേച്ചർ അതുകൊണ്ടല്ല. അമോണിയ ബേസിക് ആണ്. അമോണിയ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് ഫോം, വെറും ഉപ്പ് പാവും. ഓക്കെ, സോൾട്ട് ഫോം. അങ്ങനെ സോൾട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടത്തില്ല. അപ്പൊ ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ്, മറ്റേത് ബേസ് ആണ്. ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് ഫോം ചെയ്യും. അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അമോണിയ ബേസിക് ആണ്, സൾഫ്യൂരിക് ആസിഡ് ആസിഡ് ആണ്. ഓക്കെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്ത ആസിഡ് പ്ലസ് ബേസും കൂടി റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് ഫോം ചെയ്യും. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടത്തില്ല. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതാണ് കാര്യം. അത്ര. ഇനി റിയാക്ഷൻ വിത്ത് സോൾട്ടുമായിട്ടുള്ള റിയാക്ഷൻ. റിയാക്ഷൻ വിത്ത് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ, NaCl ഒരു സോൾട്ടാണ്, KNO3 എന്ന് പറയുന്ന വേറൊരു സോൾട്ടാണ്. ഇതുമായിട്ടുള്ള റിയാക്ഷൻ കുറിച്ചാണ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ NaCl ആയിട്ട് ഇപ്പൊ H2SO4 റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതില് ഈ Na ജസ്റ്റ് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അവിടെ NaHSO4 ഫോം ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ബാക്കി ഒരു H ഉണ്ട്, അത് Cl-നൊപ്പം ജോയിൻ ചെയ്യും. എന്നിട്ട് HCl ഫോം. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു H ഉണ്ടാവും, അത് Cl-നൊപ്പം ഫോം ചെയ്ത് HCl ആയി മാറും. ഇനി അതേപോലെ തന്നെ KNO3 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു K കൊണ്ടുവരും, HSO4, ബാക്കി ഒരു H ഉണ്ട്, അത് NO3 ആയിട്ട് ഫോം ചെയ്യും, HNO3. ഈ രണ്ട് സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഒന്ന് HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, HCl എന്ന് പറഞ്ഞാൽ എന്താണ്? HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ് HNO3? എന്താ HNO3? നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ്. സോ പ്രിപ്പറേഷൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡിനും യൂസ് ചെയ്യുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, sulfuric acid is used for the preparations of this nitric acid and hydrochloric acid. You got it? Clear? മനസ്സിലായോ?
കുറച്ച് ഉപ്പ് NaCl എടുത്തു, സൾഫ്യൂരിക് ആസിഡ് ഇട്ടു. അപ്പൊ കിട്ടിയ സാധനമാണ്, അപ്പൊ ബാക്കി വരുന്ന സാധനമാണ്, അവിടെ കിട്ടുന്ന സാധനമാണ് HCl, സൾഫ്യൂരിക് ആസിഡ്. KNO3 എടുത്തിട്ട് വന്നിട്ട് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഒഴിച്ചപ്പോൾ നമുക്ക് HNO3. നമുക്ക് വേണ്ട 2 സാധനങ്ങളാണ്, ഒന്ന് സൾഫ്യൂരിക് ആസിഡ്, പിന്നൊന്ന് നൈട്രിക് ആസിഡ്. അപ്പോ എടുത്തെടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളിപ്പോ വെറുതെ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഒരാളെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് പ്രൈസിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ പ്രൈസ് ആരാണ്, പ്രൈസ് വീട്ടിൽ എങ്ങനെയാണ്, സ്കൂളിൽ എങ്ങനെയാണ്, കൂട്ടുകാർക്കിടയിൽ എങ്ങനെയാണ്, ഓക്കെ, അങ്ങനെ ഓരോന്നും പഠിക്കണം. അതേപോലെ ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് എടുത്ത്, സൾഫ്യൂരിക് ആസിഡ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് ആദ്യം സൾഫ്യൂരിക് ആസിഡ് വെള്ളമായിട്ട്, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകതകൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞാൽ വെള്ളമായിട്ട് മീൻസ് വെള്ളം എങ്ങനെ കളയുന്നു, ഡ്രൈയിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം. ഡ്രൈയിങ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോറിൻ ഉണ്ടാക്കുന്ന സമയത്ത്, SO2 ഉണ്ടാക്കുന്ന സമയത്ത്, HCl ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മോയ്സ്ചർ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് സൾഫ്യൂരിക് ആസിഡ്. നോട്ട് ചെയ്യണം എന്താണ് ഡ്രൈയിങ് നേച്ചർ എന്ന്. അപ്പൊ ഇതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകത. ഇനി സോൾട്ട് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാധനങ്ങൾ, അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താ പറഞ്ഞാൽ ആസിഡ്, ദ മെത്തേഡ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഇനി അടുത്തത് ഓക്സിഡൈസിങ് നേച്ചർ. ഓക്സിഡൈസിങ് നേച്ചർ എന്താണ് ഈ ഓക്സിഡൈസിങ് നേച്ചർ എന്ന് പറയുന്നത്? സി, ഓക്സിഡൈസിങ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എലമെന്റ് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് കാർബൺ ഫ്രീ ആയിട്ടിരിക്കും. ഇതിനൊപ്പം H2SO4, അതായത് H2SO4 എന്ന് പറഞ്ഞാൽ ആരാ H2SO4? ആരാ H2SO4? സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ജസ്റ്റ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു, കാർബണിന്റെ ഒപ്പം സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പൊ ആ സമയത്ത് കാർബണിന്റെ ഒപ്പം സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന സാധനമാണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ എന്തായാലും വെള്ളം വരും, ഓക്കെ, പുറത്താക്കും വെള്ളത്തെ. ഇവിടെ എന്താ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അതൊന്നും നമ്മളെ ബാധിക്കുന്ന സംഭവമില്ല. ഓക്സിഡൈസിങ് നേച്ചർ എന്താണെന്നാണ് നമ്മളെ ബാധിക്കുന്നത്. കാർബൺ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവന്റെ ഓക്സിഡൈസേഷൻ നമ്പർ എന്ന് പറയുന്നത് 0. കാർബൺ ഇവിടെ ഓക്സിജൻ ആയിട്ട് വരുന്ന സമയത്ത് കാർബൺ ഓൾറെഡി ഓക്സിജൻ വന്ന കാർബൺ ഡൈയിലുള്ള ആറ്റമൊക്കെ ഓക്സിജൻ മേടിച്ചിട്ടു. ഇത് കാർബൺ ഡൈയിൽ മൊത്തം 4 ആറ്റമാണ്. ആദ്യത്തെ ഓക്സിജൻ 2 എണ്ണം എടുക്കും, രണ്ടാമത്തെ ഓക്സിജൻ വീണ്ടും 2 എണ്ണം എടുക്കും, അങ്ങനെ മൊത്തം 4 എണ്ണം പോകും. അതാണ് അവിടെ കാർബണിന്റെ ഓക്സിഡൈസേഷൻ നമ്പർ എന്ന് പറയുന്നത്. 0 ഉണ്ടായിരുന്നവൻ 4ലോട്ട് മാറി. ഇതേപോലെ തന്നെ കോപ്പർ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ 0. വല്ലവന്മാരായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവസ്ഥ. കോപ്പറിന്റെ ഓക്സിജൻ ഓൾറെഡി സൾഫറിന്റെ കയ്യിൽ കുറച്ച് ആറ്റം ഉണ്ട്. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. 4 ഓക്സിജൻ ഉണ്ട്. ഓരോ ഓക്സിജനും 2- ചാർജ് ആണ്. ഓരോ ഓക്സിജനും 2- ചാർജ് ആണ്. സൾഫറിന് ഓൾറെഡി 6 എണ്ണവും കൊടുക്കാൻ പറ്റും. പക്ഷെ ബാക്കി ആര് കൊടുക്കേണ്ടി വരും? കോപ്പർ കൊടുക്കേണ്ടി വരും. 2 എണ്ണം കോപ്പർ കൊടുക്കേണ്ടി വരും. അപ്പോ ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. ഓക്സിജന്റെ പ്രത്യേകത എന്താ പറയുക? ഓക്സിജന് ചുറ്റും 6 എണ്ണമാണ് ഉള്ളത്. 6 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 2 എണ്ണം കിട്ടാൻ വേണ്ടി ഇവൻ അലിഞ്ഞ് നടക്കുക. എവിടെ കിട്ടിയാലും 2 എണ്ണം മേടിച്ചിട്ട് പോകും. ഇതാണ് അവന്റെ ഒരു പ്രത്യേകത. 2 ഇലക്ട്രോൺ കിട്ടി കഴിഞ്ഞാൽ അപ്പം മേടിച്ചിട്ട് പോകും. അപ്പോ അതിൽ സൾഫറിന് 6 കൊടുക്കാൻ പറ്റുള്ളൂ. കോപ്പറിന് 2 എണ്ണം കൊടുക്കേണ്ടി വരും. സൾഫറിന് ഇന്നൊരു 6 മേടിച്ചു, ബാക്കി 2 കോപ്പറിന്റെ മേടിച്ചു. അപ്പൊ ഈ 2 കോപ്പറിന്റെ ഓക്സിഡൈസേഷൻ നമ്പർ. അപ്പൊ ഈ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എപ്പോഴും
ഈ നമ്പർ 0-ൽ നിന്നും കൂട്ടാൻ നോക്കും ആര് സൾഫ്യൂരിക് ആസിഡ്. 2-ലേക്കോ 4-ലേക്കോ 1-ലേക്കോ 3-ലേക്കോ ഒക്കെ കൂട്ടും. ഇതിനെയാണ് ഓക്സിഡൈസേഷൻ നാച്ചർ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡൈസേഷൻ നാച്ചർ എന്ന് വിളിക്കുന്നത്. എന്താണ് ഓക്സിഡൈസേഷൻ നാച്ചർ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഓക്സിഡൈസേഷൻ എന്തോ കാരണം നെറ്റ് പോയി തോന്നുന്നു. തിരിച്ചു വന്ന ഞാൻ അവിടെ ഉണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ പറഞ്ഞാൽ ഓക്സിഡൈസേഷൻ നേച്ചർ എന്താന്നുള്ളതിനെ കുറിച്ചാണ്. വെറുതെ ഇരിക്കുന്ന എന്നെ പിടിച്ച് ഉയർത്തിക്കൊണ്ടുപോയി വേറെ ഒരു നമ്പർ മീൻസ് എൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺസിനെയൊക്കെ അതായത് മേടിച്ചിട്ട് പോകുന്ന പരിപാടിയാണ് സൾഫ്യൂരിക് ആസിഡ്. 0-ലുണ്ടായിരുന്ന സാധനത്തിനെ കൊണ്ടുപോയി 1, 2, 3, 4 ഇലക്ട്രോൺസ് പറിച്ചെടുക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ആർക്കുള്ളത്? സൾഫ്യൂരിക് ആസിഡ്. ഇതിനെയാണ് ഓക്സിഡൈസിങ് നേച്ചർ എന്ന് പറയുന്നത്. പിടുത്തം കിട്ടിയോ? കാർബൺ 0-ലിരിക്കുന്ന അവന്റെ കയ്യിൽ നിന്ന് 4 ഇലക്ട്രോൺ മേടിച്ചിട്ട് പോകാൻ പറ്റി. അങ്ങനെ കാർബണിന്റെ ഓക്സിഡൈസേഷൻ നമ്പർ കൂട്ടാനുള്ള ശേഷി സൾഫ്യൂരിക് ആസിഡ്. ഇതിനെയാണ് ഓക്സിഡൈസേഷൻ നാച്ചർ. അപ്പൊ ആദ്യം വാട്ട് ഈസ് ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ചോദിക്കും. എലമെന്റ് വെറുതെ ഇരിക്കുമ്പോൾ അവന് 0. വാട്ട് അബൌട്ട് ദ കാർബൺ ഇൻ കാർബൺ ഡയോക്സൈഡ്? അതാണ് ഞാൻ പറഞ്ഞ +4 ആണ്. പറയേ വാസ് കാർബൺ ഓക്സിഡൈസ്ഡ് ഓർ റിഡ്യൂസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ? ചോദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഓക്സിഡൈസേഷൻ നാച്ചറാണ്. ഏത് 0-ൽ നിന്ന് 4-ലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്സിഡൈസേഷൻ സംഭവിച്ചു, ഓക്സിഡൈസേഷൻ നടന്നു എന്ന് വേണം പറയാൻ. വാട്ട് ഈസ് ദിസ് ഓക്സിഡൈസേഷൻ ഏജന്റ്? ഇതിൽ ആരാണ് ഓക്സിഡൈസേഷൻ ഏജന്റ്? ഇതിന് സഹായിക്കുന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. ഇതാണ് സംഭവം. ഇതേപോലത്തെ ചോദ്യം വരും പരീക്ഷയ്ക്ക്. കോപ്പർ ആയിട്ടുള്ള റിയാക്ഷൻ ചോദിക്കും പരീക്ഷയ്ക്ക്. ചിലപ്പോൾ അതന്നെ ചോദിക്കും. ഈസ് കോപ്പർ ഓക്സിഡൈസ്ഡ് ഓർ റിഡ്യൂസ്ഡ് ഇൻ ദിസ് കേസ്? എന്ത് പറയും? ഓക്സിഡൈസേഷൻ നടന്നോ റിഡ്യൂസ് ചെയ്തോ ചോദിക്കും. അപ്പൊ എന്ത് പറയും? എന്താ ഓക്സിഡൈസേഷൻ എന്ന് ആദ്യം അറിയണം. 0-ൽ നിന്നും കൂടുതൽ മീൻസ് ഒന്നും കൊടുക്കാതിരുന്നാൽ 2 കൊടുത്തു, അപ്പൊ പ്ലസ് ചാർജിലേക്ക് മാറി. ഇതിനെയാണ് നമ്മൾ ഓക്സിഡൈസേഷൻ എന്ന് പറയുക. അഥവാ ഈ ഇലക്ട്രോൺസിനെയൊക്കെ കൊടുക്കുന്ന സമയത്താണ് ഓക്സിഡൈസേഷൻ നടന്നു എന്ന് പറയാം. അതിനെ സഹായിക്കുന്ന ആളാണ് സൾഫ്യൂരിക് ആസിഡ്. ശരി. ഇപ്പൊ ഇതിങ്ങനെ കൂടി ഇതിനെയാണ് ഓക്സിഡൈസ്ഡ് എന്ന് പറയുന്നത്. Is this thing it's relations of this oxidation state of in this element copper and the copper in the copper sulfide. ആദ്യം 0 ആണ്. എലമെന്റൽ സ്റ്റേറ്റിൽ കോപ്പറിന്റെ ഓക്സിഡൈസേഷൻ നമ്പർ 0. പിന്നെ കോപ്പർ സൾഫൈഡിലേക്ക് എത്തുമ്പോൾ അത് കോപ്പർ 2+, 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. നമ്മളിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും ചെലവാകില്ല. നമ്മൾ കൂട്ടുകാരായിട്ട് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാകും. ചിലവന്മാര് കാശൊന്നും ചെലവാക്കില്ല, വേറെ ആരെങ്കിലും ചെലവാക്കിക്കോട്ടെ പറഞ്ഞിരിക്കും. പക്ഷെ നോർമലി അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. അങ്ങനെ പെട്ട ആളാണ് ആര്? വല്ലവന്റെ കാശിന് ഓസിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മേടിച്ച് കഴിക്കുന്ന ആളാണ് ഓക്സി. കോപ്പർ എന്തായാലും 2 രൂപയാണെങ്കിലും ഉള്ളത് കൊടുത്തിട്ട് അങ്ങനെ ഓസിക്ക് അടിക്കാറില്ല. കോപ്പർ സൾഫൈഡ് സൊല്യൂഷനിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് സൾഫറിനാണ്. അവൻ കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ചില ആളുകളെ പോലെയൊക്കെ തന്നെയാണ് ഈ കോപ്പർ വെറുതെ ഇരിക്കുന്ന സമയത്ത് കോപ്പറിന് വലിയ നഷ്ടമൊന്നുമില്ല. വാടാ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് സിനിമയുടെ കാര്യം പറയുമ്പോഴാണ് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ വെറുതെ ഇരിക്കുന്ന കോപ്പറിനെ H2SO4 ആയിട്ട് റിയാക്ഷൻ വിടുന്ന സമയത്ത് അവൻ CuSO4 ആയി മാറുന്നു. ഈ സമയത്ത് കോപ്പറിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, 2 ഇലക്ട്രോൺ കൊടുക്കും. ഓക്സിജൻ എരപ്പാളിയാണ്, അവൻ 8 എണ്ണം മേടിച്ചിട്ട് മിണ്ടാതെ തിന്നിട്ട് ഓസിക്ക് കിട്ടണതാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും.
സൾഫറിനാണ് ഇതിൽ മേജർ നഷ്ടം 6 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെ ചാർജ് കൂടുന്നതിനെയാണ് നമ്മൾ ഓക്സിഡൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഏജന്റിനെയാണ് ഓക്സിഡൈസേഷൻ ഏജന്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ഓക്സിഡേഷൻ. ഓക്കെ ഫൈൻ, യു ക്യാൻ ഗോ. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കും. ഏജന്റ് എന്ന് വിളിക്കും. ബൈ ബൈ. What is the okay? What is the oxidization agent in this reaction? ഏജന്റ് ആണ് ഇതിനകത്ത് എല്ലാത്തിലും ഏജന്റായി ആക്ട് ചെയ്യുന്നത് ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സിമ്പിൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഓക്സിഡൈസേഷൻ ഏജന്റ് എന്ന് പറഞ്ഞിട്ട് ഒരാള് വേണം ഇത് നടത്തണം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നഷ്ടവുമില്ല, ഒരു ഇലക്ട്രോണും കൊടുക്കേണ്ടി വരില്ല. മെല്ലെ സൾഫ്യൂരിക് ആസിഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇപ്പൊ ഒരു പുതിയ സിനിമയായിട്ട് ആക്ട് ചെയ്യുന്നത് പോലെയാണ് സൾഫ്യൂരിക് ആസിഡ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? സിനിമയാണ്. സിനിമ വന്നു, അപ്പൊ പുറത്ത് പോകണം. പുറത്ത് പോകുന്നു, പോയി കഴിയുമ്പോൾ കോപ്പറിന് 2 ഇലക്ട്രോൺ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതേപോലെ തന്നെ കാർബൺ വെറുതെ ഇരിക്കുന്നു, സൾഫ്യൂരിക് ആസിഡ് വരുന്നു, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡായി മാറേണ്ടി വരുന്നു. അപ്പോഴും കാർബണിന് 4 ഇലക്ട്രോൺ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ കാരണമാവുന്ന ആളിനെയാണ് നമ്മൾ ഓക്സിഡൈസേഷൻ ഏജന്റ് എന്ന് വിളിക്കുക. ഇനി എന്താണ് ഓക്സിഡൈസേഷൻ? ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഓക്സിഡൈസേഷൻ. അഥവാ ഓക്സിജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ് നമ്മൾ ഓക്സിഡൈസേഷൻ എന്ന് വിളിക്കുക. ഓക്സിജൻ ആഡ് ചെയ്ത് കാരണം ഓക്സിജൻ ഓൾറെഡി ഒരു ഇരപ്പാളിയാണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ഇലക്ട്രോണിനെ കണ്ടാൽ മേടിച്ചിട്ട് പോകും. ഓക്കെ, അതുകൊണ്ട് ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉള്ള ഇലക്ട്രോണിനെ തട്ടിപ്പിടുങ്ങി എടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കാർബൺ ആണെങ്കിലും ശരി, കോപ്പർ ആണെങ്കിലും ശരി, കയ്യിലുള്ളത് എന്താ വെച്ചാൽ കൊടുക്കും. ഓക്കെ, അപ്പൊ വളരെ ദാനശീലരായിട്ടുള്ള കാർബണും കോപ്പറും 0-ൽ നിന്നും 2-ഉം 4-ഉം ചാർജിലേക്ക് മാറും. ഇതിനെയാണ് ഓക്സിഡൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന് സഹായിക്കുന്ന ആളിനെ ഓക്സിഡൈസേഷൻ ഏജന്റ് എന്ന് വിളിക്കും. വെറുതെ ഇരിക്കുന്ന കാർബണെ എലമെന്റൽ കാർബൺ എന്ന് വിളിക്കും. അവന്റെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0-ആണ്. അവൻ ഓക്സിജൻ ആയിട്ട് വരുന്ന സമയത്ത് അവന്റെ 4 ഇലക്ട്രോണും ഓക്സിജൻ വലിച്ചുകൊണ്ട് പോകും. അപ്പൊ അവന്റെ ഓക്സിഡൈസേഷൻ നമ്പർ +4 ആവും. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? ക്ലിയർ? ഓക്കെ, വല്ലതൊക്കെ മനസ്സിലായടേ? പറയ്. എന്തെങ്കിലുമൊക്കെ പറയടേ? ഒന്നും പറയുന്നില്ലല്ലോ. മനസ്സിലായി സർ. ശരി, ആലോചിക്കായിരിക്കും. എന്റെ ഫ്രണ്ട് കഴിഞ്ഞ തവണ എന്നെ അതേപോലെ സിനിമയ്ക്ക് കൊണ്ടുപോയി, എൻ്റെ കയ്യിലുള്ള കാശൊക്കെ അടിച്ചുകൊണ്ട് പോയി പോലെയാണ്. ഓക്കെ, അങ്ങനെയൊന്നുമല്ല. ഇത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് വയ്ക്കാം. ഓക്സിഡൈസേഷൻ നേച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഇനി ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് അയൺ. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് അയൺ. അടുത്തത് എന്തുകൊണ്ടാ? സൾഫേറ്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ്. ഓക്കെ, ശ്രദ്ധിക്കും, നമുക്ക് നോക്കാം. എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ്? അതായത് സൾഫർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. സൾഫർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അതായത് ഒരു സാധനത്തിനകത്ത് സൾഫർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ്. ചില ആളുകൾക്ക് കോവിഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ടെസ്റ്റ്. ഓക്കെ, അത് മൂക്കിലൂടെയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കോവിഡ് ഉണ്ട് ഇല്ല എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അതേപോലെ തന്നെ സൾഫർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയുന്ന ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന സാധനം ബേരിയം ക്ലോറൈഡ് ആണ്. കുറച്ച് ബേരിയം ക്ലോറൈഡ് എടുത്തിട്ട് വരുന്നു, ഒരു കോമ്പൗണ്ടിലോട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വെള്ള പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ, അതായത് വൈറ്റ് കളറിൽ
പ്രസിപ്പിറ്റേറ്റ് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൾഫർ ഉണ്ട് എന്നാണ് അർത്ഥം. അതിൽ വെള്ള പ്രസിപ്പിറ്റേറ്റ് ലേക്ക് കുറച്ച് HCl എടുത്ത് ഒഴിക്കുകയും ചെയ്യും, ഉറപ്പുവരുത്താം. അപ്പോ ആ പ്രസിപ്പിറ്റേറ്റ് എവിടേക്കും പോവാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ സൾഫർ ഉണ്ട്. മനസ്സിലായോ? അതായത് ഒരു കോമ്പൗണ്ട് എടുത്തു, കുറച്ച് ബേരിയം ക്ലോറൈഡ് എടുത്തിട്ടു, അപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി. അതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് ഒഴിച്ചപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അവിടെ സൾഫർ ഉണ്ട് എന്ന് നമ്മൾ പറയും. വിച്ച് സബ്സ്റ്റൻസ് ഈസ് സോളിബിൾ ഇൻ വാട്ടർ എമോങ് ദോസ് പ്രോഡക്റ്റ്? ഇതിനകത്ത് ബാക്കി വരുന്ന ഒരു സാധനം ഉണ്ട് ഇപ്പുറം. ഇതാണ് NaCl, ഉപ്പാണ്. ഉപ്പ് വെള്ളത്തിൽ അരിഞ്ഞു പോകും. NaCl എന്താവും? വെള്ളത്തിൽ അരിഞ്ഞു. വിച്ച് സബ്സ്റ്റൻസ് ഈസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്? BaSO4 എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അലിയത്തില്ല, അതിങ്ങനെ വെള്ളത്തിൽ അലിയാതെ നിൽക്കും. ഓക്കെ, അതാണ് സംഭവം. ഡസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് വെൻ dilute HCl is added? No, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അലിയൊന്നും, അതങ്ങനെ തന്നെ ഡിസോൾവ് ചെയ്യില്ല, അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഇതാണ് സംഭവം. ഇപ്പൊ MgSO4 ഉണ്ട്, ഇതിൽ സൾഫർ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? MgSO4-നൊപ്പം സൾഫർ ഉണ്ടോ നോക്കാൻ വേണ്ടി കുറച്ച് ബേരിയം ക്ലോറൈഡ് സാൾട്ട് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയാം? എന്ത് സംഭവിക്കും? ഇതിലെ ഈ ഒരു ഭാഗത്തിനെ എടുത്തിട്ട് ആര് പോവും? ക്ലോറിൻ പോവും. ബാക്കി എന്ത് ഫോം ചെയ്യും? BaSO4 സൊല്യൂഷൻ ഫോം ചെയ്യും, MgCl2 സാൾട്ട് ഫോം ചെയ്യും. ഇതിനകത്ത് ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണം. ഓക്കെ, ഈ ഭാഗമാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് HCl ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഡിസോൾവ് ചെയ്യാതെ അവിടെ തന്നെ കിടക്കും, ഡസ് നോട്ട് ഡിസോൾവ്. അപ്പം BaCl2 ആഡ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, നോ when HCl added white PPT, white precipitate does not dissolve. ഇനിയും ഇതേപോലെ വേറൊരു സൾഫർ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്, അതിലേക്ക് കുറച്ച് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു, ZnSO4, അതിലേക്ക് കുറച്ച് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോഴും Zn എടുത്തിട്ട് പോകും. ഓക്കെ, Zn എന്താവും? ബേരിയം SO4 ഫോം ചെയ്യും, Zn ക്ലോറിന്റെ ഒപ്പം പോകും. ഇതിന് ഈ ഒരു കോമ്പൗണ്ടിനകത്തും ഗ്രീൻ കളർ മാർക്ക് ചെയ്തതാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് HCl ഒഴിച്ചാലും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല, ഡസ് നോട്ട് ഡിസോൾവ്. ഇതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുക? അതാണല്ലോ നമ്മുടെ കൺസേൺ. പരീക്ഷയ്ക്ക് എന്താ ചോദിക്കും? സൾഫേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സാധനം എന്താണ്? സൾഫേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ് ചോദിക്കും. എന്താ സൊല്യൂഷൻ? ഏത് സൊല്യൂഷൻ ഒഴിക്കണം? എന്താ ഒഴിച്ചിട്ടാണ് സൾഫേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്? അതാണ് ചോദ്യം. ബേരിയം ക്ലോറൈഡ്. ഞാൻ എന്താ ഇവിടെ വട്ടം വരച്ചിട്ടുള്ള ഇതിനെയാണ് ബേരിയം ക്ലോറൈഡ്. ബേരിയം ക്ലോറൈഡ് വെച്ചിട്ടാണ് സൾഫേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് സബ്സ്റ്റൻസ് ഈസ് സോളിബിൾ ഇൻ? ഇതിനകത്ത് ചോദിക്കും റിയാക്ഷൻ ചോദിച്ചിട്ട് ഈ ഭാഗം സോൾട്ട് ഭാഗം NaCl ആണ് വാട്ടറിൽ സോളിബിൾ ആയി പോകുക. അപ്പൊ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണം എന്താണ് എന്ന് ചോദിക്കും. എന്ത് ചോദിക്കും? വിച്ച് സബ്സ്റ്റൻസ് ഈസ് ദ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്? അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള BaSO4. അതിലോട്ട് HCl ഒഴിച്ചാൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കും. ഒന്നും സംഭവിക്കില്ല, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ തന്നെ നിൽക്കും.
ക്ലിയർ? ഓക്കെ അല്ലേ? ക്ലിയർ? ഫൈൻ? ഓക്കെ ആണോ? ഓക്കെ സർ. അതാണ് കഥ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഡീഹൈഡ്രേറ്റിംഗ് നാച്ചർ, പിന്നെ ഒന്ന് ഡ്രൈയിങ് നാച്ചർ, പിന്നെ റിയാക്ഷൻ വിത്ത് സോൾട്ട്, പിന്നെ സൾഫേറ്റ് ഉണ്ടോ എന്ന് ചെക്ക്. പിന്നെ ഓക്സിഡൈസേഷൻ നാച്ചർ പഠിച്ചു അല്ലേ? ഓക്സിഡൈസേഷൻ നാച്ചർ എന്താണ്? ഓക്സിഡൈസേഷൻ നാച്ചർ വെറുതെ ഇരിക്കുന്നതാണ് എലമെന്റ് വലിച്ച് മീൻസ് ഉള്ള ഇലക്ട്രോണിനെ എടുത്തിട്ട് പോകുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ഓക്സിഡൈസേഷൻ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിജൻ ആഡ് ചെയ്യണം നടക്കും. ഓക്സിജൻ വന്നാൽ ഉള്ള എലമെന്റിനെ എടുത്തിടും, അല്ലെ ഉള്ള ഇലക്ട്രോണിനെ എടുക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. എനി ഡൗട്ട്സ് ആസ്ക്. Any doubts? സർ. ഒന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.